എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. എത്രത്തോളം ഭംഗിയായിട്ട് എത്രത്തോളം ക്വാളിറ്റിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകളെ കുറിച്ചിട്ട് പരാമർശിക്കേണ്ടി വരും. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ പരാമർശിച്ചു കഴിഞ്ഞാൽ എത്ര മെനയാക്കാൻ നോക്കിയാലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നന്നാവാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാരണം അദ്ദേഹമൊക്കെ കാലഹരണപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പഴയ കാല വിഴുപ്പുകളുടെ ഒരു പ്രതിനിധിയാണ്. ഈവ് ടീസിങ് എന്നൊക്കെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടാണ് ഇന്ന് ആക്ച്വലി വന്നത്. ഇപ്പോൾ ഈവ് ടീസിങ് എന്താണ് അതിൻ്റെ ഒരു മലയാളം മീനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വഴിയിലൊക്കെ ഇരുന്നിട്ട് അശ്ലീല പരാമർശങ്ങൾ നടത്തുക, അശ്ലീല കമൻറ്റുകൾ അടിക്കുക, അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുക, സ്ത്രീകളെ കാണുന്ന സമയത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു രീതിയാണ്. ഈ ബോബി ചെമ്മണ്ണൂരിനെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹമൊക്കെ വസന്തങ്ങളായി നടന്നിരുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഇന്ത്യയിൽ ഈവ് ടീസിങ്ങിനെതിരെ ശക്തമായിട്ടുള്ള നിയമങ്ങളൊക്കെ വേണമെന്ന് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് തോന്നിയത്, ആളുകൾക്ക് തോന്നിയത്. ഈ 70 കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലായത്. കാരണം അതുവരെ സ്ത്രീകൾ ഒറ്റയ്ക്ക് അങ്ങനെ പുറത്ത് പൊതുമണ്ഡലങ്ങളിൽ ഇറങ്ങി ഇടപെടാറുണ്ടായിരുന്നില്ല. 70 കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴത്തേന് സ്ത്രീകൾ ജോലിക്കൊക്കെ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഇത്ര ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുള്ള ഒരു കാലത്ത് ഇതാണ് അവസ്ഥ. അപ്പോൾ അന്ന് എന്തായിരുന്നായിരിക്കാം അവസ്ഥ? ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, 90s കിഡ്സ് ആയിട്ടുള്ള ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കമൻ്റടി എന്ന് പറയുന്ന പരിപാടിയുടെയൊക്കെ ഒരു അവസാന ഘട്ടത്തിലാണ്. അന്നും കുറേ ആളുകൾ ഉണ്ടായിരുന്നു കമൻ്റ് അടിക്കാൻ. നമ്മളൊന്നും അങ്ങനെ കമൻ്റ് അടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. നമ്മളുടെയൊക്കെ സീനിയേഴ്സൊക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വേറൊരു രീതിയിലുള്ള ചില കമൻറ്റുകൾ, കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് അതിൻ്റെ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ 70കളിലെ വസന്തങ്ങളിൽ പെട്ട ഈ ബോബി ചെമ്മണ്ണൂരൊക്കെ അത് കൊണ്ടു നടക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നേണ്ടതില്ല. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജനറേഷനിലുള്ള ഒരു കൂട്ടം ആളുകളുള്ള സമയത്ത് പുള്ളിക്ക് അങ്ങോട്ട് ആവേശം കൂടും. അപ്പോൾ അത് വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടും പുള്ളിക്കറിയാം. ഇന്നത്തെ തലമുറയിലെ ആളുകൾക്ക് വേണ്ട രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടും പുള്ളിക്കറിയാവുന്നതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ചില ഫാൻസും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകനെ ആയിരിക്കാം മുന്നേ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. വളരെ രസകരമായിട്ട് എനിക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റി. പക്ഷേ ഞാനടക്കമുള്ള ആളുകൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. വളരെ ദാരുണമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെച്ചതിന് ശേഷമുള്ള കോലാഹലങ്ങളാണിത്. അപ്പോൾ ആ ഒരു ദാരുണ അനുഭവത്തെ കുറിച്ചിട്ട് നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ചർച്ചയിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും ഈ 60 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ പഴയ ഹിസ്റ്ററി, ഈവ് ടീസിങ്ങുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി പറയണമെന്ന് എനിക്ക് തോന്നി. ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന നിരന്തരം അധിക്ഷേപിക്കുന്ന വ്യക്തിക്കെതിരെ ഹണിറോസ് ഇന്നലെയാണ് പേരെടുത്തു പറയാതെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. ഇതിനു താഴെ അശ്ലീല കമന്റ് ഇട്ട കുമ്പളം സ്വദേശിയായ 60-കാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത്. നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. അശ്ലീല കമന്റുകളുമായി അധിക്ഷേപം നടത്തിയ 30 പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണിറോസ് പോലീസിൽ പരാതി നൽകിയത്. ഇവരെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും കൊച്ചി ഡിസിപി അശ്വതി ജുജി വ്യക്തമാക്കി. നമ്മൾ ഒരു പ്രതിനെ പിടിച്ചിട്ടുണ്ട് ഓൾറെഡി. കൂടുതൽ ഐഡന്റിഫൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഉണ്ടാകും. അധിക്ഷേപ കമന്റുകളിട്ട ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT വകുപ്പ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗം നടത്തി തന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്ന വ്യക്തി അതേ നിലപാട് വീണ്ടും ആവർത്തിച്ചാൽ തുടർ നടപടിയിലേക്ക് പോകുമെന്ന കാര്യവും ഹണിറോസ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പ്രതികരണങ്ങളെ സഹതാപത്തോടെയാണ് അവഗണിക്കാറ്. അത് തനിക്ക് പ്രതികരണശേഷി ഇല്ലാത്തതുകൊണ്ടല്ലെന്നും ഹണിറോസ് വ്യക്തമാക്കുകയായിരുന്നു. ദുരനുഭവം തുറന്നു പറഞ്ഞ ഹണിറോസിന്റെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടവരിൽ വ്യാജന്മാരുമുണ്ട്. ഇവരെ കൂട്ടാൻ സൈബർ പോലീസിന്റെ സഹായം കൂടി തേടിയിരിക്കുകയാണ്. അതിനാൽ ഒളിഞ്ഞിരുന്ന കുറ്റകൃത്യം ചെയ്ത മുഴുവൻ ആളുകളും പിടിയിലാകും. 60 വയസ്സുകാരന്റെ അശ്ലീല കമന്റ്, 60 വയസ്സുകാരനായിട്ടുള്ള ബിസിനസ്സുകാരന്റെ അശ്ലീല പരാമർശങ്ങൾ, ഇതിൽ പണവും പ്രിവിലേജും ഉള്ളവൻ സുഖമായിട്ട് വീട്ടിയിരിക്കുന്നു, അല്ലാത്തവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അത്രേ ഉള്ളൂ. ഇപ്പോൾ മറ്റേ ആൾക്കെതിരെ ഇങ്ങനെ കേസെടുക്കാൻ വേണ്ടി തക്ക തരത്തിലേക്കുള്ള പരാതിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളിൽ നിന്ന് അശ്ലീലത വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ കോർട്ട് പല കാര്യങ്ങളിലും അശ്ലീല പരാമർശങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും, നിയമത്തിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും, എന്താണ് അശ്ലീല പരാമർശം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള നിർവചനമൊന്നും പലപ്പോഴും ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ നാട്ടിലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ ചിലത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് മറ്റൊരു അർത്ഥം ഉള്ളതുകൊണ്ടും അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ചൊറ പിടിച്ച പരിപാടിയാണ്. പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂരൊക്കെ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പേരെടുത്തിട്ട് പല ആളുകളെ കുറിച്ചിട്ടും പറയുന്ന കാര്യങ്ങൾ ഡിഫമേറ്ററി തന്നെയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ടൈറ്റിൽ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു ടൈറ്റിൽ വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എളുപ്പം. വളരെ സാഹിത്യപരമായിട്ടാണ് ഞാൻ ആ ഒരു ടൈറ്റിൽ ഇട്ടത്. വളരെയധികം ക്രിഞ്ചി ആയിട്ടുള്ള ഒരു ടൈറ്റിലായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്നാലും അതിനകത്ത് ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. മഞ്ഞക്കിളികളുടെ 70s ഇക്കിളി വസന്ത തോഴൻ.
ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനകത്ത് ഈ മഞ്ഞക്കിളികൾ എന്ന് പറയുന്ന ആളുകളാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു, എന്നാലും ഈ മഞ്ഞക്കിളികളാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ആളുകളെയൊക്കെ വളർത്തുന്നത്. കാരണം അവർക്ക് വേണ്ടത് ഇയാൾ കൊടുക്കും, ഇയാൾക്ക് വേണ്ടത് മാർക്കറ്റിംഗ് ആണ്, പ്രൊമോഷൻസ് ആണ്. അത് ഇവർ കാര്യമായിട്ട് തന്നെ കൊടുത്തോളും. ഇവർക്ക് വേണ്ടത് ഇക്കിളി കണ്ടന്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പര ധാരണയോടെ ഉറ്റ തോഴന്മാരായി മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇക്കിളി കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ മജോറിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസിനെ കുറിച്ചിട്ടൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ അതിൻ്റെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം IA ആണ്. ക്ലാസ്സിൽ റീപ്രൊഡക്ഷൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചറിന് IA കാരണം അത് പഠിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല, കുട്ടികൾ തന്നെ പഠിക്കേണ്ടി വരും. സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പേരൻസിനോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് IA ആണ്, അവരത് കൊടുക്കുന്നതിന് എതിർക്കുന്നു. അതേപോലെ തന്നെ സെക്സ് എന്ന വേർഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയ്യോ അതിലും വലിയ IA ആണ്, വീട്ടിൽ അങ്ങനെ സംസാരിക്കാറില്ല. മൊത്തത്തിലൊരു IA മെൻറ്റാലിറ്റിയാണ്. എന്നാൽ ഒളിഞ്ഞു നോട്ടം, എത്തി നോട്ടം, അതേപോലെ തന്നെ ഈ പോൺ കൺസ്യൂമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബഹുമിടുക്കന്മാർ തന്നെയാണ്. ഈവ് ടീസിങ്, അതേപോലെ തന്നെ അശ്ലീല കമൻ്റ് എടുക്കുക, ഇൻബോക്സിലേക്ക് പോയി ലൈംഗിക ആവശ്യങ്ങൾ തുറന്നു പറയുക, അതിലൊക്കെ ഈ നാട്ടുകാർ വലിയ മിടുക്കന്മാരാണ്. ഈ പകൽമാന്യന്മാരായിട്ടുള്ള സദാചാര പുറമോടിയുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനമൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് തട്ടാൻ കിട്ടുന്ന അവസരമാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ആളുകളുടെ വേദികൾ എന്ന് പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ അശ്ലീല പരാമർശങ്ങളെക്കാട്ടിലും അപമാനിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ഈ യെല്ലോ യൂട്യൂബ് ചാനൽസിൻ്റെ തമ്പനയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഹണി റോസ് ഒരു പോസ്റ്റ് ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള മഞ്ഞ ചാനലുകളുടെ ക്രിയേറ്റേഴ്സാണ്. ജാങ്കോ സ്പേസ് എന്ന ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ തമ്പനയിൽ കണ്ടു. എന്തിനാണ് അവിടേക്ക് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു സൈഡിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ജാങ്കോ സ്പേസ് പോലെയുള്ള ഈ മഞ്ഞ ചാനലുകൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. ഇന്നലെ ഹണി റോസ് ആ ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഒരു വ്യക്തിമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. തന്നെ അപമാനിച്ച ഒരാളുടെ ഒപ്പം തൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് വേറൊരു കച്ചവടം ചില ആളുകൾ ചെയ്യുന്നു. ഇത്തരത്തിൽ വിറ്റ് കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് ആളുകളുണ്ട് എന്നുള്ളത് ഈ മഞ്ഞക്കിളികൾക്കറിയാം. അതേപോലെ തൻ്റെ സാധനങ്ങൾ വിൽക്കാൻ, തൻ്റെ ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ, തൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അടങ്ങിയിട്ടുള്ള സംഭാഷണങ്ങൾ വിൽക്കാൻ, തന്നെ വിൽക്കാനായിട്ട് ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കണം എന്നുള്ളത് ഈ ബോബി ചെമ്മണ്ണൂർക്കും അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റഡ് ബയേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അവരാണ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് കുറേയധികം ആളുകൾ ഇയാളുടെ ഈ ഷോ ഓഫ് കണ്ടിട്ട് ഇയാളുടെ ഓരോ സർവീസുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. പലതും ഒരു തരത്തിലും വെർത്തല്ലാത്ത സംഗതികളാണ്. ഈ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പാർട്ടി നടത്തിയിട്ട് ആളുകൾ വെർത്തല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത് കണ്ടു. അതേപോലെ തന്നെ പുള്ളിയുടെ എന്തോ ഒരു ഇ-കൊമേഴ്സ് ചെയിനുണ്ട്, അവിടെയും ഇതൊക്കെ തന്നെ ഭീഷണിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന പരിപാടിയും മൊത്തം ഈ ഫാൻ ഫൈറ്റും പരിപാടികളൊക്കെ തന്നെയാണ്. പക്ഷേ ഇയാൾ ഒരു ബിസിനസ്സുകാരനാണ്, ഇയാളുടെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഇയാളെ മാത്രം കുറ്റം പറയാതെ, അല്ലെങ്കിൽ ഒരു ജനറേഷനെ കുറ്റം പറയാതെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ മഞ്ഞ ചാനലുകളെ കുറ്റം പറയാതെ നമ്മളെ തന്നെ കുറ്റം പറയേണ്ടത്. ഈ ആളുകൾ എപ്പോഴും ഭയങ്കര ജാഗരൂകരാണ് ബിസിനസ്സുകാരുടെ എത്തിക്സിനെ കുറിച്ചിട്ട്. ഇപ്പോൾ യൂസഫ് അലി എത്ര ചാരിറ്റി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോയി വാങ്ങുന്നു. ബോബി ചെമ്മണ്ണൂർ ചാരിറ്റി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് പോയി ഞങ്ങൾ വാങ്ങുന്നു. അതേപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്കൊക്കെ കൊടുക്കണം, വീടൊന്നും പണിയരുത്, വിവാഹമൊന്നും ആർഭാടമായിട്ട് നടത്തരുത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡയലോഗ് അടിക്കുന്ന ആളുകൾക്ക് ബയേഴ്സ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള എത്തിക്സും കാര്യങ്ങളൊന്നുമില്ല. അവർ 10 രൂപ എവിടെയെങ്കിലും ലാഭം കിട്ടും, അല്ലെങ്കിൽ ഒരു ഇക്കിളി വസന്തത്തിൻ്റെ കടയാണ് എന്നുള്ള ഒരു സന്തോഷം കൊണ്ടൊക്കെ അവിടെ പോയി സാധനങ്ങൾ വാങ്ങും. ഇത്തരത്തിൽ ആളുകളെ ഉപയോഗിച്ച് അവരെ അപമാനിച്ച് അവരെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് സെക്ഷലൈസ് ചെയ്ത് മാർക്കറ്റിംഗ് നടത്തുന്ന ആളുകളുടെ സാധനങ്ങൾ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇതുപോലുള്ള ആളുകൾ ഒതുങ്ങും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ബയേഴ്സ് അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുന്നവർക്ക് അത്ര വലിയ എത്തിക്സും കാര്യങ്ങളൊന്നുമില്ല. അല്ല എങ്കിലൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രബുദ്ധ സമൂഹം പുള്ളിയുടെ ഓരോരോ പുതിയ മോഹന വാഗ്ദാനങ്ങൾ, ലോട്ടറി പരിപാടി എല്ലാത്തിനകത്തും പോയി തലവെച്ച് കൊടുക്കും. ബോബി ചെമ്മണ്ണൂർ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ് ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായി? ചായപ്പൊടി കച്ചവടമൊക്കെ ആയിട്ട് ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായി? അവരുടെ ദുരനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആളുകൾ വീണ്ടും പോയി ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരെ വളർത്തും. വളരെ എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ വാല്യൂ ഒന്നുമില്ല. ഇത്തരത്തിലുള്ള മഞ്ഞക്കിളികളുടെ സപ്പോർട്ട് കൊണ്ട് ബിസിനസ് വളർത്തുന്ന ആളുകൾക്കാണ് നമ്മുടെ നാട്ടിൽ അക്സെപ്റ്റൻസ് കൂടുതൽ. ഇനിയിപ്പോൾ വീണ്ടും ജനറേഷൻ ഗ്യാപ്പിലേക്ക് തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെയൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ടാർഗറ്റഡ് ബയേഴ്സ് ആരാണ്? അയാൾ സ്വർണ്ണ കച്ചവടം നടത്തുന്നുണ്ട്, ലോട്ടറി ചായപ്പൊടി പോലെയുള്ള പരിപാടികളുടെ കച്ചവടം നടത്തുന്നുണ്ട്. ഈ ഒരു മജോറിറ്റി ബിസിനസ്സുകളും ഈ യങ്ങായിട്ടുള്ള അല്ലെങ്കിൽ വളരെ യങ്ങായിട്ടുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളതൊന്നുമല്ല. ഇത് കാലഹരണപ്പെട്ട
രീതിയിൽ ധനസമ്പാദനത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളുകളെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സ്വർണം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതുന്ന ആളുകൾ പുതിയ തലമുറയിൽ അധികം ഇല്ല. ഉള്ളതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്വർണം വാങ്ങുന്ന ആളുകൾ ഈ തലമുറയിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റഡ് ബയേഴ്സിൽ പഴയ ഒരു കൂട്ടം ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ ലോട്ടറിയിൽ ലാഭം പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾ, ഭൂരിഭാഗം ആളുകളും അദ്ദേഹത്തിൻ്റെ ഏജുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനുശേഷമുള്ള 90s മുന്നേ ഉള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ അവരാണ് പുള്ളിയുടെ ടാർഗറ്റഡ് ബയേഴ്സ്. അപ്പോൾ അതിലെ ഒരു വലിയ മജോറിറ്റിയെ ചുമ്മാ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് പുള്ളിക്കാരൻ ഇമാതിരി കാലഹരണപ്പെട്ട ഇക്കിളി സാഹിത്യമൊക്കെ അടിച്ചു വിട്ടിട്ട് കച്ചവടത്തിന് ഇറങ്ങുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ ന്യായം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മറുനാടൻ്റെ ഒക്കെ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചിട്ടുള്ള വാർത്തയുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പം മറുനാടൻ ഒരു മാധ്യമപ്രവർത്തകനെ പോലെ അദ്ദേഹം ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ രോഷം ബോബിക്കെതിരെ അദ്ദേഹം പുറത്തേക്ക് വിട്ടു. പക്ഷേ കമൻറ്റ് ബോക്സിൽ ഈ ബോച്ചയുടെയൊക്കെ തരപ്പടിക്കാരായിട്ടുള്ള ആളുകളുടെ കമൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, എന്നാലും ഹണി റോസിനോട് മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാൻ പറയണം, മാന്യമായിട്ട് വസ്ത്രം ധരിക്കാൻ പറയണം. അവരുടെ പെർസ്പെക്റ്റീവിൽ മാന്യമല്ലാത്തത് എന്ന് അവർക്ക് തോന്നുന്ന വസ്ത്രം ധരിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ പറയുന്ന സദാചാരോളികളുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഇയാളുടെ ബിസിനസ്സും ഇയാളും ഒക്കെ വളർന്നു പോകുന്നത്. അവഞ്ഞോടെ പുച്ഛത്തോടെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെ, ഇവരുടെ സേവനങ്ങളെയൊക്കെ അങ്ങ് മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ പ്രബുദ്ധ ജനതയ്ക്ക് ചെയ്യാനായിട്ടുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയും അവരുടെ ദുരനുഭവം പങ്കുവച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട ബാക്കി മറ്റേ ഇക്കിളിപ്പെടുത്തുന്ന ചർച്ചകളിലേക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം ഞാൻ മുന്നേ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെയൊക്കെ കടയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ലെവലിന് താഴെ നമ്മൾ നിൽക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, വൃത്തികെട്ട അശ്ലീല പരാമർശങ്ങൾ കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരാളുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് 10 രൂപ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ആയിട്ട് ചെല്ലുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ലോ ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇദ്ദേഹത്തിൻ്റെ തരപ്പടിക്കാരായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇവിടെ ഏതൊരു വസ്ത്രം ധരിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും നടക്കാൻ വസ്ത്രം ധരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, അഭിമാനക്ഷത ഉണ്ടാക്കി എന്നുള്ളത് ഇവിടെ ആരും കൺസിഡർ ചെയ്യുന്ന ഒരു സംഗതിയല്ല. അങ്ങനെ അഭിമാനക്ഷതമൊക്കെ പുറത്ത് ഇറങ്ങുന്ന സമയത്ത്, ആളുകളെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന അവളുമാരും അവന്മാരും മുതുക്കന്മാരും മുതുക്കികളും ഒക്കെ വീട്ടിലെങ്ങാനും ഇരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ, കാശുള്ള ഒരുത്തനെ പുറത്തോട്ടിറക്കി വിട്ടിട്ട് ഇവിടെ ആരെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയൊന്നും മെനക്കെടേണ്ട ആവശ്യം ഇവിടെ ആർക്കും ഇല്ല. അതേപോലെ തന്നെ ഈ ഇത്ര പ്രായമൊക്കെ ആയില്ലേ, വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അവിടെ തന്നെ ഇരിക്കുക. എന്തിനാണ് ഈ ബാക്കിയുള്ള ആളുകളുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിത രീതികളിൽ കയറി വന്ന് കമൻറ്റൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കണത്? നിങ്ങളിൽ പല ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, നിങ്ങളുടെ കമൻറ്റുകൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഉപദേശങ്ങൾ, നിങ്ങളുടെ സദാചാരത്തിനൊന്നും ഇവിടെ ഒരു വാല്യൂ ഇല്ല. നിങ്ങൾ രാജ്യത്തിനൊരു ഭാരമാണ്. ഇപ്പം ഞാനും ഈ വീഡിയോ കാണുന്ന പലരും നാളെ രാജ്യത്തിന് ഒരു പ്രായം കഴിയുന്ന സമയത്ത് വലിയ ഭാരമാവും. അപ്പോൾ ആ ഒരു ഭാരമാവുന്ന സമയത്ത് അത് ചുറ്റുപാടിലുള്ള ആളുകൾക്കും ഭാരമാവാത്ത രീതിയിലേക്ക് പ്രതികരണങ്ങളിലെങ്കിലും പക്വത കാണിച്ചിട്ട് മുന്നോട്ടേക്ക് ജീവിക്കുക. അപ്പോൾ ആരെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ആരെയും ഇവിടെ ആരും ഏർപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ ഒരു വസന്തങ്ങളോട് ഞാൻ പ്രത്യേകമായി പറഞ്ഞതാണ്. നന്ദി.